കണക്ട് ചെയ്യാൻ പറ്റിയല്ലേ? എന്തുകൊണ്ടാണ് ഈ വിനയ് ഫോണിന്റെ ലുക്ക് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നത്? അതെങ്ങനെയുണ്ടായിരുന്നു? ഈ മിത്തുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, വിശ്വാസങ്ങളും മിത്തുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. നല്ലൊരു തീമായിരുന്നു, എല്ലാം നല്ലൊരു പടമായിരുന്നു. വിനയ് ഫോണിന്റെ ഒരു വെറൈറ്റി ക്യാരക്ടറായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒരുപാട് ചിരിക്കാനുള്ളൊരു ഫാമിലി എന്ന് പറയുന്നത് ഫാമിലിക്ക് പറ്റിയ. അതെ 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 അതെ. ഇപ്പോൾ പെരുമാനി എന്ന മലയാള ചിത്രം കണ്ടു. വിനയ് ഫോർട്ടും ദീപ തോമസും ആറാടി അഭിനയിച്ചു തന്നെ പറയാം. ഒരു പൊന്മുട്ടിൽ നിന്ന് താറാവിനെ പോലത്തെ ഒരു സിനിമയാണ്. കാരണം പെരുമാനിയുടെ എന്ന ഗ്രാമത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഗ്രാമത്തിൻ്റെ വിശുദ്ധി കാണിച്ച സിനിമയാണ്. കോമഡി, ഫീൽ ഗുഡ്, റൊമാൻറ്റിക്, ഫാമിലി ത്രില്ലറാണ് സിനിമ. ഒരു ഗ്രാമീണ നിറഞ്ഞ ഒരു കോമഡി പശ്ചാത്തലം. കുറേ നാൾക്ക് ശേഷം വിനയ് ഫോണിൻ്റെ ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം. സോമൻ്റെ കൃതാവിന് ശേഷം വിനയ് ഫോണിൻ്റെ അതിമനോഹരമായിട്ടുള്ള അഭിനയ മികവാണ് പെരുമാനി എന്ന സിനിമ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. പിന്നെ ലുക്മാൻ ഉണ്ട്, ദീപ തോമസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമയാണ്. പെരുമാനി നല്ലൊരു എൻ്റർടൈനറാണ്. കോമഡിയാണ് മെയിൻലി. കോമഡിയായിട്ട് ഫസ്റ്റ് ഹാഫിനെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫാണ്. പിന്നെ വിനയ് ഫോർട്ട് ആയാലും ലുക്മാൻ ആയാലും എല്ലാം രണ്ടാം വിളിച്ചിട്ടുണ്ട്. ഫീൽ ഗുഡ് മൂവി പോലെ ഇരിക്കും. ഇതൊരു കാണാത്തൊരു മേക്കിംഗ് ആണ്. പെരുമാനി പറഞ്ഞ ഗ്രാമം ബേസിയറാണ്. ഓരോ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും എല്ലാം ഉള്ള പ്രത്യേക മെസ്സേജ് ഒന്നുമില്ല. പക്ഷേ യാതൊരു ലാഗ് തോന്നിയില്ല. ഒരു എൻ്റർടൈനറാണ്. ഇത് കാണാത്തൊരു മേക്കിംഗ് ആണ്. എല്ലാവരും മേക്കപ്പ് ആണെങ്കിലും എല്ലാം. പിന്നെ എല്ലാവരും നമ്മളെ ചെന്നു ഈ പടത്തിൽ നല്ലൊരു ഫാൻറ്റസി മൂഡിലൊരു പടവട്ടം. എനിക്ക് പഴയ നമ്മുടെ മഴവിൽ കാവടിയും നമ്മുടെ തട്ടത്തിൽ മറ്റേ പൊൻപിട്ടിട്ട് താറ അതൊക്കെ കണ്ട ഒരു ഫീലാണ് ഉണ്ടായത്. നല്ലൊരു കോമഡി അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. സാങ്കല്പിക ഗ്രാമം അതുപോലെ നല്ലൊരു തീമായിട്ട് ഇന്നത്തെ വിനയ് ഫോർട്ട് കയറി തകർത്തിട്ടുണ്ട് പടം കേട്ടോ. നല്ലൊരു തീമ, നല്ലൊരു വിനയ് ഫോർട്ടിൻ്റെ നല്ലൊരു പരീക്ഷണമാണ് പടം. വിനയ് ഫോർട്ട് ആദ്യം തൊട്ട് അവസാനം വരെ തകർത്തിട്ടുണ്ട്. പഴയൊരു സത്യനന്ദിക്കാട് പടം കാണുന്ന ഒരു ഫീല് നമുക്ക് എപ്പോഴും ഫാമിലി ആയിട്ടാണ്. രാവിലെ തൊട്ട് അവസാനം വരെ മടിക്കുകയല്ല പടം. ഒരു നല്ല ത്രൂ ഔട്ട് നല്ല കോമഡി ആയിട്ട് നല്ല പോകുന്ന നല്ലൊരു സിനിമ കേട്ടോ. പടം നല്ല പടമാണ്. എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ 2-3 ക്യാരക്ടറുകൾ ഈ പടത്തിൽ ലീഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ലുക്കുമാനെ വെച്ച് പറയുകയാണെങ്കിൽ ലുക്കുമാർക്ക് ഈ പറഞ്ഞ 2024 ഏറ്റവും നല്ല ബെസ്റ്റ് കാലഘട്ടമായിട്ട് എനിക്ക് തോന്നുന്നത്. ആൾ ചെയ്യുന്ന സിനിമകളാണെങ്കിലും ഒന്നിനൊന്ന് മികച്ച രീതിയിൽ ആളെ ക്യാരക്ടർ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. അതിലിപ്പം ഫാമിലി തമാശകൾ ചേർന്നിട്ട് എന്നാൽ കുറേ രസകരമായിട്ട് കഥ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ 2-2.5 മണിക്കൂർ സിനിമ കാണാൻ തന്നെ നമ്മൾ എൻജോയ് ചെയ്യാനല്ലോ. തീർച്ചയായിട്ടും 100% ഈ സിനിമ അത് എന്താ പറയുക ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ലുക്കുമാൻ്റെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. വിനയ് ചേട്ടൻ നന്നായിട്ടുണ്ട്. വിനയ് ചേട്ടൻ ആ പിടിച്ച ക്യാരക്ടർ 100% ഇതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ സിനിമ കാണാത്തവർ തിയേറ്ററിൽ പോയിട്ട് കാണാം. ഗംഭീരമായൊരു മൂവിയാണ് പെരുമാനി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വിനയ് ഫോർട്ട് അതായത് ഒരുപാട് സിനിമകൾ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിലൊരു വ്യത്യസ്തതയുണ്ട്. പഴയ കാലഘട്ടം ഓർമ്മപ്പെടുന്ന കുറേ സീൻസുകളും ആ പണ്ടത്തെ കാലഘട്ടത്തെ ഓർമ്മകളൊക്കെ നമ്മൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു എൻ്റർടൈൻമെൻറ്റാണ് ഈ സിനിമ. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെന്ന് പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക ഒരു ചരിത്ര സംഭവം എന്ന് തന്നെ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ കാലഘട്ടം അതുപോലെ തന്നെ സെറ്റ് ഇട്ടിട്ട് ആ കാലഘട്ടം സെറ്റിട്ട് ഇത് ചെയ്ത ആ എന്താ പറയുക ആർട്ടുകാർ, അതിൽ സിനിമയിൽ പിന്നിൽ പ്രവർത്തിച്ചവർ, അതുപോലെ ക്യാമറ, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ലൈഫിലേക്ക് കൊണ്ടുവന്നൊരു മൂവിയാണ്. എന്തായാലും ഒരുപാട് നല്ല ആർട്ടിസ്റ്റുള്ള സിനിമയാണ് പെരുമാനി. ഇന്ന് റിലീസാണ്. ഞാൻ ഈ ഒരു സിനിമയിൽ ഭാഗമാകാൻ പറ്റിയതിലൊരു എന്താ പറയുക ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഒരുപാട് ചിരിക്കാനും ചിന്തിക്കാനും പറ്റുന്ന സിനിമയാണ്. ഈ സിനിമയിൽ നോക്കുകയാണെങ്കിലേ ഇപ്പോൾ റിലീസ് ചെയ്ത പാട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോസ്റ്റ്യൂം അല്ല വിനയ് ചേട്ടൻ്റെ മേക്ക് ഓവർ അല്ലെങ്കിൽ ഒരു രീതി സ്റ്റൈലും എല്ലാം വളരെ ട്രെൻഡിങ് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ ശരിക്കും എന്താണ് ഫിക്ഷനാണോ ഡ്രാമയാണോ എന്താണ് ഈ സിനിമ? ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ ഒരു ഫാൻറ്റസി മൂവിയാണ് പെരുമാനി. പെരുമാനി എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ കഥയാണ്. അപ്പോൾ ആ നാട്ടിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. വിനയ് ചേട്ടനും സണ്ണി ചേട്ടനും ലുക്മാനും അതുപോലെ എല്ലാ ആർട്ടിസ്റ്റുകളും വന്ന് അടിപൊളിയായിട്ട് തന്നെയാണ് ഈ പടത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ സിനിമയിൽ വിനയ് ചേട്ടൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായി, അതായത് മലയാള സിനിമ കുറച്ച് നാളുകളായിട്ട് കാണാതെ ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളൊരു പടം ഇപ്പോൾ റിലീസ് ചെയ്യുന്നു അങ്ങനെ ഒരു രീതിയിലാണ്. അപ്പോൾ ഈ സിനിമ അപ്രോച്ച് ചെയ്തപ്പോൾ സിനിമയായിട്ട് അപ്രോച്ച് ചെയ്തപ്പോൾ ചേച്ചിനെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തത് എന്താണ്? ഈ സിനിമ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് പെരുമാനി എന്ന് പറഞ്ഞൊരു നാടിൻ്റെ കഥയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം അവിടെ നടക്കുന്ന ഒരു ഫാൻറ്റസി മൂവിയും കൂടിയാണ്. അപ്പം നമ്മൾ ഇതുവരെ കേൾക്കാത്ത കുറേ കഥകളും ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. ഒരുപാട് നല്ല എന്താ പറയുക എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് സിനിമയിൽ. അപ്പം നിങ്ങൾ കോസ്റ്റ്യൂമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായില്ല നമ്മൾ അങ്ങനെ കണ്ടുവരാത്തൊരു
പരിപാടികളാണ്. അപ്പം ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ഈ സിനിമയിൽ ചേച്ചിയുടെ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയുള്ളതാണ്? എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഫാത്തിമ എന്നാണ്. ലീഡായിട്ടാണ് ഈ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. ബാക്കി നിങ്ങൾ സിനിമ വേണ്ടിയിട്ട് പറഞ്ഞു. കാരണം ഫാത്തിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 മാസം മുന്നേ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ട്. നമുക്ക് പിക്ചേഴ്സിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. പക്ഷേ തടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, 8 kgs കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് സിനിമ. കാരണം വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും നോക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെരുമാനി ചേച്ചിയുടെ എക്സ്പെരിമെൻസിൻ്റെ സ്റ്റാർട്ടിംഗ് ആണോ കരിയറിൽ? കാരണം നമുക്കൊരു ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ കോഴിക്കോടാണ് സ്ഥലം, പക്ഷേ ഒരു മലബാറി ടച്ചാണ് ക്യാരക്ടർ. നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ശ്രീനിവാസൻ സാറിൻ്റെ സിനിമകൾ പോലത്തെ ഫീല് തരുന്ന സിനിമ എന്നൊരു തോന്നൽ നമുക്ക് വർക്ക് ചെയ്ത ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓഡിയൻസിന് അത് തോന്നി. ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ പണ്ടത്തെ ശ്രീനിവാസൻ സാറിൻ്റെ സിനിമകളൊക്കെ കാണുന്ന പോലെ തോന്നി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം മലയാള സിനിമയിലെ അത്രയും ഗംഭീരമായിട്ടുള്ള സിനിമകൾ ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നു. ആ സിനിമകളെ എവിടെയോ ഫീൽ തന്നു പെരുമാനി. കമ്പയർ ചെയ്യല്ല, പക്ഷെ ആ സിനിമ കാണുന്ന ഫീല് പെരുമാനി തന്നു എന്ന് അറിയുമ്പോൾ അതിയായ സന്തോഷം. ഇങ്ങനെ ഒരു സബ്ജക്ട് തിരഞ്ഞെടുക്കുമ്പോൾ, അതായത് ഒരു സ്ത്രീ അങ്ങോട്ട് മൊഴി ചെല്ലുന്ന സംഭവം? ഇല്ലില്ല, അങ്ങനെ പേടിയൊന്നുമില്ലായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് പുതിയ എന്തെങ്കിലും പറയണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ കാണാത്ത എന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള ധൈര്യം തന്നെയാണ്. അപ്പം ചെയ്യുമ്പോഴും എനിക്ക് അത്തരത്തിൽ പേടിക്കേണ്ട കുറേ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇൻട്രോൾ പഞ്ചും അതിൻ്റെ, അപ്പോൾ അതൊക്കെ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അപ്പൻ്റെ വിജയം എന്നെ ഇതിലേക്ക് കൂടുതൽ ധൈര്യം തന്നു ഇതുപോലെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനിയും ഇതിൽ നിന്നും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് വരുന്നു. അപ്പോൾ അടുത്ത സിനിമയിൽ നമുക്ക് ഇത്തരം പരീക്ഷണങ്ങൾ ചെയ്യാനുള്ള ഒരു ധൈര്യം തന്നെയാണ്. കഥ പറയുന്നത് ശരിക്കും യാഥാസ്ഥികമായ ഒരു ഗ്രാമത്തിലൂടെയാണ്, പക്ഷെ അത് പറയുന്ന പല പോയിന്റുകളും പലർക്കും കൊള്ളുന്ന ടൈപ്പിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെസ്പോൺസ് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് മനസ്സിൽ തോന്നുന്ന, എനിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങളാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. അത് എന്താണ് അത് പ്രേക്ഷകർ ഏത് തരത്തിലും എടുക്കാം. ഒരാൾ അത് എങ്ങനെ കാണണമെന്ന് ഞാൻ പറയുന്നില്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് അതിലേക്ക് എടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഇനിയും ഇതുപോലുള്ള സിനിമകൾ പ്രതീക്ഷിക്കണം. ഉറപ്പായിട്ടും എനിക്ക് ഇത്തരം സിനിമകൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇനി വേറൊരു ജോണറെ പരീക്ഷിക്കണം ആദ്യം. അതിനുശേഷം ഇത്തരം നല്ല സന്ദർഭങ്ങളും നല്ല കഥകളും തിരക്കഥകളും മനസ്സിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. താങ്ക് യു വെരി മച്ച്. കണ്ട ആളുകൾക്ക് ഭയങ്കര പോസിറ്റീവ് റിവ്യൂസാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത് തന്നെയാണ് ഞങ്ങളുടെ സന്തോഷം. പക്ഷേ ഇത് കുറേ ആളുകളിലേക്ക് ഇത് എങ്ങനെ സ്പ്രെഡ് ആവുന്നുള്ള ചിന്തകളാണ് ഞങ്ങൾ എങ്ങനെ സ്പ്രെഡ് ചെയ്യുക. ഏറ്റവും അടുത്ത ദിവസം ആളുകൾ വന്നൊരു പടം കാണുക എന്നുള്ളതാണ്. അപ്പം ഉറപ്പാണ് ഇവിടുത്തെ മലയാളി പ്രേക്ഷകർ ഉറപ്പായിട്ടും നല്ല കണ്ടന്റുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. എന്നാലും പരമാവധി നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക, അടിച്ചു കയറുക. അത് തന്നെയാണ് ഞങ്ങളുടെ കാര്യം. ആള് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അവർ ഹാപ്പി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷെ ആളുകൾ നമുക്ക് എത്തിക്കണമല്ലോ.